ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടി ട്രോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഒരു സൺ ഡയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ ക്ലോക്കിന് പകരം പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് ക്ലോക്കെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്യാണ്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തട്ടിയിട്ടുണ്ട് ബാക്കിൽ, അതാണ് കുലുങ്ങി പോയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ അങ്ങനെ മാർക്ക് ചെയ്തത് എല്ലാം മുറിക്കരുത്. ഇപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന സംഭവം മുറിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സംഭവം ഇതിൻ്റെ ഞാൻ കഴിയെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ പിക്ചർ ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നമുക്കൊന്ന് പശ ഒട്ടിക്കാം. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് പശ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പശ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വലിയ ഒരു സംഭവം നമ്മൾ ഇതിന് വെക്കുക. അത് സ്റ്റാൻഡാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ കുറച്ച് സൈഡ് ആംഗിളിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രണ്ടെണ്ണം മുറിച്ചല്ലോ, അത് മുറിക്കുക, അതെടുക്കുക. പിന്നെ നമ്മൾ നൈറ്റിലാണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 11:30-12 മണി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നുണ്ട്. സോറി. ഞാൻ പിന്നെ എൻ്റെ സ്കൂളിലെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ആക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മുതൽ 14-15 വരെ എഴുതിയ നമ്മൾ ക്ലോക്കിൻ്റെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെ കുറച്ച് ഡിഗ്രി എഴുതിയ സംഭവം, ഡിഗ്രി 5, 10, 15, 20, 25 എന്നുള്ളതൊക്കെ എഴുതിയ ഒരു സംഭവമുണ്ട്. അത് അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പെന്ന് വെച്ചിട്ട് വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ കാണുന്ന രീതിയിൽ ഒട്ടിക്കും. അതിൻ്റെ മേലെ ഭാഗം നമ്മൾ 11, 12 ഒക്കെ എഴുതിയ സ്ട്രിപ്പ് ഒട്ടിക്കുക. അപ്പോൾ കൃത്യം നടുക്കായിരിക്കണം. 12 എന്ന് വരുന്ന സ്ഥലത്തായിരിക്കണം നമ്മുടെ ഇത് ഒട്ടിച്ചിട്ടുണ്ടാവേണ്ടത്. 12 എന്ന് വരുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ആ വര, ആ 2 5 നടക്കുള്ള വര ഒട്ടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കണ്ടോ, ഇത് വേറൊരു സ്ട്രിപ്പാണ്. ഇത് നമുക്ക് ഡിഗ്രി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആ ഒരു സ്ട്രിപ്പ്, ഇപ്പുറത്തെ ഒരു ബ്ലാങ്ക് സ്ട്രിപ്പ് ഉണ്ട്, നമ്മൾ അവിടെ ബോർഡിൻ്റെ മേലെ വെച്ചിട്ട് ആ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ ശരിയാക്കുക. അപ്പോൾ ലൈറ്റിങ് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഞാനതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ബ്ലാങ്ക് സ്ട്രിപ്പും ഒന്നും ഇല്ലാത്ത ആ ഒരു സ്ട്രിപ്പ് അതിൻ്റെ മേലെ, നമ്മുടെ ഡിഗ്രിയെല്ലാം ഒട്ടിച്ച ആ ഒരു ഡിഗ്രീൻ്റെ ആ ഒരു സ്ട്രിപ്പിൻ്റെ മേലെ ഒരു ബ്ലാങ്ക് സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രിൻറ്റിൻ്റെ ഇതിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് 2 സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ കൃത്യം സെൻട്രലായിരിക്കണം ആ 12 നേരത്തെ പറഞ്ഞ സ്ട്രിപ്പിൽ കണ്ടോ, 12 ആ ഒരു 2 5-ൻ്റെ ഇടയ്ക്കുള്ള വരിയും നിൽക്കേണ്ടത്. ഇനി നമ്മൾ ആ ഒരു സ്ട്രിപ്പ് നമ്മുടെ 5, 5, 10, 15, 20, 25 എന്നൊക്കെ എഴുതി ആ സ്ട്രിപ്പ് നമ്മൾ ഇതിൻ്റെ മേലെ വെക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെക്കേണ്ടതെന്ന്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ രണ്ടാമതുണ്ടാക്കിയ ഒരു സ്ട്രിപ്പാണ്. ഞാൻ കാണിച്ചു തരാം ഇനി ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ മേലെ ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ മേലെ വെക്കേണ്ടത്. ആ ഡിഗ്രി ഉള്ളത് 10 ഡിഗ്രി ആക്കിയിട്ടാണ് വെക്കേണ്ടത്. നിങ്ങളിപ്പോൾ കേരളൻ്റെ ഡിഗ്രി എന്ന് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വെക്കുക. ലാറ്റിറ്റ്യൂഡ് 10ആണ്. എനിക്ക് ശരിക്കും അത് ഓർമ്മയില്ല ശരിക്കും. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയതാണ്. അപ്പോൾ 10 കണ്ടേ, 10 നോർത്താണ് കണ്ടത്. അപ്പോൾ അവിടെ നോർത്ത് സൗത്ത് എഴുതിയിട്ടുണ്ട്. ആ നോർത്തിൽ 10 എന്ന് എഴുതിയെടുത്ത് നമ്മളത് കൊടുത്താൽ മതി. 10 എന്നുള്ള ഭാഗമുണ്ട്, നോർത്ത് എന്ന ഭാഗമുണ്ട്, സൗത്ത് എന്ന ഭാഗമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് കണ്ടോ, അത് ആ 10 എന്ന് എഴുതിയ ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്തത്. നമ്മുടെ ആ ഡിഗ്രി വരുന്ന സ്ഥലത്ത് അവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മറ്റേ സ്ട്രിപ്പിൻ്റെ ആ കൃത്യം വരയുണ്ടല്ലോ, ആ വരക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച്, ഒട്ടിച്ചല്ല നമ്മൾ കട്ട് ചെയ്ത സ്ഥലത്തൊന്ന് വെച്ച് കൊടുത്തു, അതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കൊടുത്തു.
ഫ്രണ്ട്സ്, ഇതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം. ഇത് ഇന്നലെ രാത്രിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു നമ്മളിത് ഉണ്ടാക്കി. വീഡിയോ എടുക്കും 12 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതാണ് ഒരു വീഡിയോന് ലൈറ്റിംഗ് എല്ലാം പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇപ്പം ഉച്ച 11:30 ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം. അതിന് മുമ്പ് ഇവിടെ നമുക്കൊരു കൊള്ളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. ഈ 2 ഹോളിൽ ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. നമുക്ക് അവിടെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചൂലില്ലേ, അതിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പുറത്ത് വെച്ച് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ നല്ല വെയിലുണ്ട്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ നോർത്തിലാണ് വെക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ടാണ് നോർത്തുള്ളത്. ഇതൊന്ന് കറക്റ്റാക്കി ഒന്ന് ലെവലായി ചെരിഞ്ഞിട്ട് അത് ലെവലായി കൊടുക്കുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ, ഞങ്ങൾക്ക് വെയിലടിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതാ അപ്പോൾ 11:30 ആ ഒരു സ്ഥലത്തേക്ക് ഇതിപ്പോൾ കുറേ ഇത് നമ്മുടെ ഇതുപോലെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്, കുറേ ഇവിടെ നിഴൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഒറ്റയാക്കി എടുക്കട്ടെ. പക്ഷെ നമ്മൾ ടൈം കറക്റ്റ് ആട്ടോ. ഇപ്പോൾ 11:30 ഞാൻ നിങ്ങൾക്ക് ക്ലോക്കിൽ ടൈം കാണിച്ചു തരാം. അപ്പോൾ ടൈം കറക്റ്റാണ്. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നൂല്, നമ്മുടെ ചൂലിൻ്റെ സംഭവം ഒരൊറ്റൊന്ന് മാത്രമാക്കി മാറ്റണം. അപ്പോൾ ഇത് വീർക്കിലല്ല, കാരണം അത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. ഇപ്പം നമ്മൾ നേരിയതിനെ കൊണ്ടാണ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒറ്റ നൂല് മാത്രമാക്കി എടുക്കണം. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നമ്മുടെ ഇത് ഇവിടെയാണുള്ളത്. ഞാൻ ഒറ്റ സിംഗിൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 11:30 ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ബോണ്ട് പേപ്പറിൽ അത്ര പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ബോണ്ട് പേപ്പറിലാണ് ഞാൻ പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതാണ്. അപ്പോൾ ചെറിയൊരു ചെരിവ് നമുക്ക് ഈ ഒരു ഇതിന് വന്നിട്ടുണ്ട്. ഞാൻ കഴിയുന്നത്രയും ഇത് വെയിറ്റ് കുറക്കാനാണ് നോക്കിയത്. ഇതിന് നല്ല വെയിറ്റ് വരുന്നുണ്ട് താഴെയുള്ള സംഭവത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ചെരുവ് കണ്ടോ ഇവിടെ. അപ്പോൾ 11:30 ഇവിടെ അരേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചെരിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അത് ഈ ഒരു സംഭവം കുറച്ചും കൂടി ഇങ്ങോട്ടേക്കായാൽ ശരിയാവും. പക്ഷേ എങ്കിൽ അത് ശരിയാക്കുമ്പോൾ അടിയിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് വരുന്നു. പക്ഷെ നമുക്കിന്ന് സമയം നോക്കാം. ഇപ്പം എന്താ 11:30 സമയം. (11:40) അവിടെ സമയം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പഴയ കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു സമയം നോക്കല്. നമ്മൾ നോക്കുമ്പോൾ നോർത്തിലേക്ക് നമ്മളിത് വെക്കണം. ഇപ്പം നോർത്ത് അങ്ങോട്ടാണ് നോർത്ത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കേരള എന്ന് പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ 10 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 10 ഡിഗ്രിയിൽ വെച്ചത്. അപ്പോൾ നമ്മൾ ശരി തന്നെയാണ്, അത് നമുക്ക് കിട്ടുന്നുണ്ട്. ടൈം നമുക്ക് 11:30 കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഈ പണ്ട് കണ്ട ഇതിപ്പം നമ്മൾ കുറച്ച് ശരിയുമ്പം ശരിക്കും അതിൻ്റെ കൃത്യം പൊസിഷനിൽ വെക്കണം, എന്നാലേ അതൊരു ഇപ്പം നോർത്ത് അങ്ങോട്ടാണ്. അപ്പോൾ ആ ഒരു കൃത്യം പൊസിഷനിൽ വെച്ചാൽ മാത്രമേ ഇത് ശരിക്കും വർക്ക് ചെയ്യൂ. ഞാൻ ആലോചിക്കുന്നു കണ്ട ശരിഞ്ഞു വേണം, അത്രയേ ഉള്ളൂ. ഇത് വെയിറ്റ് എത്രേ താങ്ങും, അതാണ് കാറ്റടിക്കുമ്പം പറന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്, എങ്ങനെ കണ്ടുപിടിച്ചു, അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി അല്ലേ, സാരമില്ല. ബൈ ബൈ.